നമസ്കാരം. ഒരു വൃത്തത്തെ എങ്ങനെയാണ് ഇതുപോലെ 6 ഭാഗങ്ങളാക്കുന്നത് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് ഈ വൃത്തത്തെ 6 ഭാഗങ്ങളാക്കാനാണല്ലോ ഉദ്ദേശിച്ചത്. അതിനാൽ 360/6 = 60 ഡിഗ്രി മാർക്ക് ചെയ്യണം. അതിനായി ഇവിടെ ഒരു വൃത്തം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നൊരു ആരം വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രൊട്രാക്ടർ എടുത്ത് ഈ ആരത്തുമേൽ ശരിയായ രീതിയിൽ വെച്ചിട്ട് അറുപത് ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു സ്കെയിലെടുത്ത് അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ ഒരു വര വരക്കുമ്പോൾ നമുക്ക് ഈ വൃത്തത്തിൻ്റെ 6-ൽ 1 ഭാഗം കിട്ടി. ഇനി വീണ്ടും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി മാർക്ക് ചെയ്ത് മറ്റൊരു വര വരക്കുമ്പോൾ നമുക്ക് ഈ വൃത്തത്തിൻ്റെ 6-ൽ 2-ാം ഭാഗം കിട്ടി. ഇപ്പോൾ ഈ ഭാഗം ഒറ്റക്ക് വൃത്തത്തിൻ്റെ 6-ൽ 1-ഉം ഈ 2 ഭാഗങ്ങൾ കൂടി വൃത്തത്തിൻ്റെ 6-ൽ 2-ഉമാണ്. ഇനി നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വീണ്ടും 60 ഡിഗ്രി മാർക്ക് ചെയ്ത് ഒരു വര വരക്കുമ്പോൾ നമുക്ക് ഈ വൃത്തത്തിൻ്റെ 6-ൽ 3 ഭാഗം ലഭിച്ചു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഭാഗം ഒറ്റക്ക് വൃത്തത്തിൻ്റെ 6-ൽ 1-ഉം ഈ 2 ഭാഗങ്ങൾ കൂടി വൃത്തത്തിൻ്റെ 6-ൽ 2-ഉം ഈ 3 ഭാഗങ്ങൾ കൂടിയാൽ വൃത്തത്തിൻ്റെ 6-ൽ 3-ഉമാണ്. 6-ൽ 3 എന്ന് പറയുമ്പോൾ 2-ൽ 1, ഈ വൃത്തത്തിന് 2-ൽ 1 ആയിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഈ ഭാഗം ഈ വൃത്തത്തിൻ്റെ ഒരു പകുതിയും ഈ ഭാഗം ഈ വൃത്തത്തിൻ്റെ മറ്റൊരു പകുതിയുമാണ്. ഇനി ഇതുപോലെ വീണ്ടും 60 ഡിഗ്രികൾ മാർക്ക് ചെയ്ത് വരക്കുമ്പോൾ നമുക്ക് ഈ വൃത്തത്തെ 6 ഭാഗങ്ങളാക്കാം. അങ്ങനെ വൃത്തത്തെ നമ്മൾ 6 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഇതിനായി ഒരു എളുപ്പവിദ്യയുണ്ട്. നമ്മൾ ആദ്യം വരച്ചു വച്ചിരുന്ന ഈ വൃത്തത്തിൻ്റെ 6-ൽ 3-ലേക്ക് ബാക്കി 6-ൽ 3 വരക്കുവാൻ പ്രൊട്രാക്ടർ ഇതുപോലെ വെച്ചിട്ട് 60 ഡിഗ്രി, 120 ഡിഗ്രി എന്നിവ മാർക്ക് ചെയ്യുക. എന്നിട്ട് കേന്ദ്രത്തിൽ നിന്നും ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലേക്ക് വരക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേഗത്തിൽ ഈ വൃത്തത്തെ 6 ഭാഗങ്ങളാക്കാൻ കഴിയും. ഇതുപോലെ ഒരു വൃത്തത്തെ നമുക്ക് എത്ര ഭാഗങ്ങളാക്കിയും ഭാഗിക്കാവുന്നതാണ്. അതിനായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഒരു വൃത്തം എന്ന് പറയുമ്പോൾ മുഴുവനായി 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഒരു വൃത്തത്തെ ഇവിടെ ചെയ്തതുപോലെ 6 ഭാഗങ്ങളാക്കാൻ 360/6 60 ഡിഗ്രി എന്ന് ലഭിക്കും. ഇനി ഒരു വൃത്തത്തെ 10 ഭാഗങ്ങളാക്കാൻ 360/10 36 ഡിഗ്രി എന്ന് ലഭിക്കും. ഇനി നമുക്ക് 360 ഭാഗങ്ങളാക്കാൻ 360/360 1 ഡിഗ്രി എന്ന് ലഭിക്കും. അതായത് ഓരോ ഡിഗ്രിയുള്ള ഓരോ ആരങ്ങൾ വരക്കുമ്പോൾ നമുക്കിത്
360 ഭാഗങ്ങളായി ഭാഗിക്കാവുന്നതാണ്.